വാട്സപ്പിൽ ഒരു പെണ്ണും ആണും കൂടിയുള്ള വളരെ മോശമായിട്ടുള്ളൊരു വീഡിയോ ഷെയർ ചെയ്യപ്പെടുന്നു. അങ്ങനെ ഷെയർ ചെയ്ത് ആ ഒരു വീഡിയോ ഒരു യുവാവിൻ്റെ കയ്യിൽ എത്തിപ്പെടുകയാണ്. ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ ആ വ്യക്തി വല്ലാതെ അങ്ങ് ഷോക്കായിപ്പോയി. വളരെ വേഗത്തിൽ അയാൾ തൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയോട് ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ വീഡിയോയിലുള്ളത് നിങ്ങളുടെ മകളാണോ എന്ന് നേരെ നോക്കാമോ എന്ന്. അവർ ആ വീഡിയോ വല്ലാതെ ശ്രദ്ധിച്ചു നോക്കി. ഇത്തരത്തിൽ നോക്കിയതിൽ നിന്നും അവർക്ക് ഒരു കാര്യം വ്യക്തമായി. ഈ അമ്മ പ്രസവിച്ച അവരുടെ മകളാണ് ഈ വീഡിയോയിലുള്ളതെന്ന്. ഇതുപോലൊരു മോശം വീഡിയോയിൽ തൻ്റെ മകളെ കണ്ടപ്പോൾ ആ അമ്മ ഞെട്ടിത്തരിച്ചു പോയി. അവർക്ക് എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥയായി. എന്തായാലും ഈ വീഡിയോയിൽ കാണുന്നത് തൻ്റെ മകൾ തന്നെയാണോ, അതല്ലെങ്കിൽ തൻ്റെ മകളെ പോലെയുള്ള മറ്റാരെങ്കിലും ആണോ എന്നൊരു സംശയം കൂടെ അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് മകൾ വരട്ടെ, മകളോട് തന്നെ നേരിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ മകൾക്കായിട്ട് കാത്തിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് മകൾ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ആ അമ്മ മകളോട് ഈ പറയുന്ന വീഡിയോ കാണിച്ചിട്ട് ചോദിച്ചു, ഈ വീഡിയോയിലുള്ളത് നീ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന്. ഈ വീഡിയോ കണ്ടപ്പോൾ ആ കുട്ടിയുടെ കണ്ണെല്ലാം തന്നെ നിറയുന്നുണ്ടായിരുന്നു. അവളൊന്നും മറുപടിയായിട്ട് പറഞ്ഞില്ല. അവൾ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോയിട്ട് റൂമിൻ്റെ കതകടച്ച് കുറ്റിയിട്ടു. മകൾ ഒന്നും മിണ്ടാതെ റൂമിനകത്ത് കയറിയിട്ട് കതകടച്ച് കുറ്റിയിട്ടത് കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് വല്ലാത്തൊരു പേടിയായി. അവർ നിലവിളിച്ച് കരയാനായി തുടങ്ങി. അവരുടെ ആ ഒരു നിലവിളിച്ചുള്ള ആ ഒരു കരച്ചിൽ കേട്ടിട്ട് അയൽപക്കക്കാരെല്ലാവരും ആ വീട്ടിലേക്ക് ഓടിക്കൂടി. അവർ ഈ പറയുന്ന പെൺകുട്ടി ഏത് റൂമിലാണോ കയറിയത് ആ റൂമിൻ്റെ വാതിൽ ചവിട്ടി പൊളിക്കാനായിട്ട് ശ്രമിച്ചു. ചവിട്ടി പൊളിച്ച് ഉള്ളിലേക്ക് നോക്കിയ സമയത്ത് ആ കുട്ടി അവരുടെ ഷാള് ഫാനിൽ കെട്ടിയിട്ട് തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് അവിടെയുള്ള അയൽവക്കാരെല്ലാവരും ആ അമ്മയും കണ്ടത്. ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് വളർത്തിയ അവരുടെ മകൾ ഇത്തരത്തിൽ ചെയ്തു നിൽക്കുന്നത് കണ്ടപ്പോൾ ആ അമ്മയുടെ നെഞ്ച് പൊട്ടിപ്പോയി. ഞാൻ പറഞ്ഞത് തന്നെയാണ്, നെഞ്ച് പൊട്ടിപ്പോയി. ആ നെഞ്ച് പൊട്ടിയിട്ട് പെട്ടെന്നൊരു അറ്റാക്ക് വന്നാണ് ആ അമ്മയും അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. അമ്മയും മകളും ഇതേപോലെ വീട്ടിൽ വെച്ച് മരണപ്പെട്ട കാര്യം ആ ഗ്രാമത്തിൽ എല്ലാവരുടെയും സ്പ്രെഡായി. എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ചെയ്തത് എന്നുള്ള കാര്യവും എല്ലാവരും അറിഞ്ഞു. അതായത് ഈ പറയുന്ന വീഡിയോയുടെ കാര്യം എല്ലാവർക്കും മനസ്സിലായി. യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയുടെ വീഡിയോ മാത്രമല്ല ഇതേപോലെ ഷെയർ ചെയ്യപ്പെട്ടത്. ഏകദേശം 40-ലധികം പെൺകുട്ടികളുടെ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം കാരണം ആരാണെന്ന് വെച്ചാൽ വെറും 24 വയസ്സുള്ള ഒരു യുവാവാണ് ഇതിനെല്ലാം തന്നെ കാരണം. പെൺകുട്ടികളുള്ള മാതാപിതാക്കളും ആൺകുട്ടികളുള്ള മാതാപിതാക്കളും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള യൂത്തും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. വെൽക്കം ടു വിഷ് ലോകം. രാജസ്ഥാനിലെ ബാർമർ എന്ന പേരിൽ ഒരു ജില്ലയിൽ ഒരു ചെറിയ ഗ്രാമമുണ്ട്. ആ ഒരു ഗ്രാമത്തിലാണ് 24 വയസ്സുള്ള മുകേഷ് ജീവിച്ചു വരുന്നത്. മുകേഷ് ഒരു പാവപ്പെട്ട വീട്ടിലെ യുവാവാണ്. എങ്കിലും അവനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഡ്രം പോലുള്ളൊരു വാദ്യോപകരണം അവന് നല്ല രീതിയിൽ വായിക്കാനായിട്ട് അറിയാം. യഥാർത്ഥത്തിൽ ഇത് പഠിക്കാനൊന്നും അവൻ പോയിട്ടില്ല, എങ്കിലും ഇത് വായിക്കാനായിട്ട് ഒരു പ്രത്യേക കഴിവ് തന്നെ അവനുണ്ട്. മുകേഷ് ജീവിക്കുന്ന അതേ ഗ്രാമത്തിലെ പല ആളുകളും അവരുടെ വീട്ടിൽ ഓരോ ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഡ്രം വായിക്കാനായിട്ട് മുകേഷിനെയാണ് വിളിക്കുക. അതുകൊണ്ട് തന്നെ മുകേഷ് വളരെയധികം ഫേമസ് ആണ്. ഈ ഒരു പരിപാടിയിൽ പല ആളുകളും പങ്കെടുക്കുമല്ലോ. അപ്പോൾ മുകേഷിൻ്റെ ഈ ഒരു ഡ്രം വായന കണ്ടിട്ട് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് ഓരോരോ ഫംഗ്ഷൻ വരുന്ന സമയത്ത് ഈ മുകേഷിനെ വിളിക്കും. അതുകൊണ്ട് തന്നെ മുകേഷ് തൊട്ടടുത്ത ഗ്രാമത്തിലും വളരെയധികം ഫേമസ് ആവുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മുകേഷ് താമസിക്കുന്ന ആ ഒരു ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിലെ ഒരു വീട്ടിലെ ഒരു വിവാഹ ചടങ്ങിന് ഇത്തരത്തിൽ മുകേഷിനെ ഈ ഒരു ഡ്രംസ് വായിക്കാനായിട്ട് വിളിക്കുകയാണ്. മുകേഷ് അവിടെ പോയിട്ട് ഈ ഡ്രംസ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു സ്ത്രീ മുകേഷിനെ വല്ലാതെ അങ്ങ് ശ്രദ്ധിക്കുകയാണ്. ആ ഒരു സ്ത്രീയുടെ വിവാഹം കഴിഞ്ഞതാണ്. എങ്കിലും മുകേഷ് ഡ്രംസ് വായിക്കുന്ന ആ രീതിയെല്ലാം തന്നെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മുകേഷിനെയും ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഈ ഒരു ഡ്രംസ് വായന കഴിഞ്ഞ ശേഷം ഈ പറയുന്ന സ്ത്രീ മുകേഷിന് അരികിലേക്ക് വന്നിട്ട് മുകേഷിനോട് പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഇതുപോലെ ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് നിങ്ങളെ തീർച്ചയായിട്ടും വിളിക്കാം, അതുകൊണ്ട് നിങ്ങളുടെ നമ്പർ ഒന്ന് തരുമോ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ മുകേഷിൻ്റെ നമ്പർ മേടിക്കുന്നു. ആ സ്ത്രീ നമ്പർ ചോദിച്ച പാടെ മുകേഷ് തൻ്റെ നമ്പർ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ഫംഗ്ഷൻ എല്ലാം തന്നെ കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ ഈ പറയുന്ന സ്ത്രീ മുകേഷിനെ വിളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയ സമയത്ത് മുകേഷിൻ്റെ ഫോണിലേക്ക് ഒരു മിസ് കോൾ വന്നിട്ടുണ്ടായിരുന്നു. മുകേഷ് ആ നമ്പറിലേക്ക് തിരികെ വിളിച്ചിട്ട് ആരാണെന്ന് ചോദിച്ച സമയത്ത് ഈ പറയുന്ന നമ്പർ മേടിച്ച സ്ത്രീ ആയിരുന്നു. നമ്മൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഒരു കല്യാണ ഫംഗ്ഷന് നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നും ഞാനാണ് നിങ്ങളുടെ നമ്പർ മേടിച്ചത്, ഈ നമ്പർ കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് വിളിച്ച് നോക്കിയതാണെന്ന് ആ സ്ത്രീ മുകേഷിനോട് പറയുകയും ചെയ്തു. ജസ്റ്റ് ഒരു പരിചയം പുതുക്കൽ മാത്രമായിരുന്നു ആ ഒരു ഫോൺ കോളിൽ ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത ദിവസം മുകേഷ് ഇത്തരത്തിൽ ആ സ്ത്രീയെ അങ്ങോട്ട് വിളിക്കാനായി തുടങ്ങി. അത് കഴിഞ്ഞ് ആ സ്ത്രീ ഇങ്ങോട്ട് വിളിക്കാനായി തുടങ്ങി. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാനായി തുടങ്ങി, വാട്സപ്പ് ചാറ്റ് ചെയ്യാനായി തുടങ്ങി. ഇങ്ങനെ ദിവസങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി. വീഡിയോ കോൾ വരെ അവരുടെ കാര്യങ്ങൾ ചെന്നെത്തി. തുടർന്ന് 3 മാസത്തോളം ഇവരുടെ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഒരു ദിവസം ഈ പറയുന്ന സ്ത്രീ മുകേഷിനെ വിളിക്കുകയാണ്. വിളിച്ച പാടെ അവർ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ മറ്റാരുമില്ല, നീ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കാമെന്നെല്ലാം തന്നെ. ഇത് കേട്ട പാടെ മുകേഷ് വളരെ വേഗത്തിൽ
ഇവരുടെ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇവരുടെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് മുകേഷിൻ്റെ കയ്യിൽ ഒരു കൂൾ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു, ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു. സോ ഇത് കുടിക്കാനായിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് മുകേഷ് കൊണ്ടുവന്നത്. എന്നിട്ട് ആ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ബോട്ടിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു ടേബിളിൻ്റെ മേലെ വെക്കുകയും ചെയ്തു. ഇവർ രണ്ടുപേരും പരസ്പരം കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരിച്ചിരിക്കുന്നതിനിടയ്ക്ക് ഈ പറയുന്ന സ്ത്രീ കാണാതെ മുകേഷ് ആ ഒരു ബോട്ടിലിനകത്ത് ഒരു പ്രത്യേകതരം പൊടി കലക്കുകയും ചെയ്തു. പൊടിയിൽ കലക്കിയ ശേഷം ഈ സ്ത്രീ അത് കുടിക്കാനിടയായി. കുടിച്ച ശേഷം അവർ മയങ്ങി പോവുകയും ചെയ്യുന്നു. അതായത് മയക്കുമരുന്നാണ് ആ ഒരു ഡ്രിങ്ക്സിൽ കലർത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം മുകേഷ് ആ സ്ത്രീയെ ശാരീരികമായിട്ട് ഉപയോഗിക്കുകയോ മറ്റൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മറ്റൊരു കാര്യം അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ത്രീയുടെ ഡ്രസ്സെല്ലാം തന്നെ പൂർണ്ണമായിട്ട് അഴിച്ചു മാറ്റിയ ശേഷം അവൻ്റെ മൊബൈൽ ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ കൂടെ നിൽക്കുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അതിൽ സേവ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഈ പറയുന്ന ഡ്രസ്സെല്ലാം തന്നെ പഴയ പോലെ ഇട്ടിട്ട് അവൻ അവിടെ നിന്നും പോവുകയും ചെയ്തു. അവൻ ആ സ്ത്രീയെ ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിൽ വീഡിയോ എല്ലാം തന്നെ എടുത്തുകൊണ്ട് പോയത്? ഒരു പക്ഷേ പണം ചോദിക്കാനായിരിക്കുമോ എന്നെല്ലാം ആയിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ അവൻ്റെ മനസ്സിൽ ഇതിനപ്പുറമാണ് ഉണ്ടായിരുന്നത്. വീട്ടിൽ ചെന്ന അവൻ ഈ സ്ത്രീക്ക് വാട്സപ്പ് വഴി ഈ വീഡിയോസ് എല്ലാം തന്നെ അയച്ചു കൊടുത്തു. തൻ്റെ വാട്സപ്പിൽ ഈ വീഡിയോസ് എല്ലാം തന്നെ കണ്ടപ്പോൾ അവർ വല്ലാതെ പേടിച്ചു പോയി. കാരണം അവരുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അവൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വളരെ വേഗത്തിൽ ഇവനെ വിളിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇതെല്ലാം തന്നെ ചെയ്തതെന്നെല്ലാം തന്നെ ചോദിച്ച സമയത്ത് അവൻ അവരോട് പറഞ്ഞ മറുപടി, ഞാൻ പറയുന്ന സമയത്തെല്ലാം തന്നെ നീ എന്നരികിലേക്ക് വന്നിട്ട് എനിക്ക് നിന്നെ ശാരീരികമായിട്ട് ഇത്തരത്തിൽ ബന്ധപ്പെടണം. അതുമാത്രമല്ലാതെ ഞാൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ ആവശ്യപ്പെടുന്ന പണമെല്ലാം തന്നെ നീ തരുകയും വേണം. നീ ഇത്തരത്തിൽ തന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോസ് എല്ലാം തന്നെ ഞാൻ മറ്റ് പല ആളുകൾക്കും അയച്ചു കൊടുക്കും, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും, അതല്ലാതെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം തന്നെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ളൊരു ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവൻ ഈ വീഡിയോ എല്ലാം തന്നെ എടുത്തു വെച്ചത്. സത്യത്തിൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് തല കറങ്ങുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവൻ പറയുന്നത് ചെയ്യുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ പറയുന്ന സമയത്തെല്ലാം തന്നെ ഈ സ്ത്രീ അവൻ്റെ കൂടെ പോയി. എന്നിട്ട് ഈ പറയുന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അത് മാത്രമല്ലാതെ അവൻ ചോദിക്കുന്ന സമയത്തെല്ലാം തന്നെ ഇവന് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് മറ്റൊരു ഫംഗ്ഷനിൽ ഇവൻ ഇത്തരത്തിൽ ഇവൻ്റെ ആ ഒരു വാദ്യോപകരണം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 15 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി ഇതിൽ അട്രാക്റ്റഡ് ആയിട്ട് ഇവൻ അരികിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവനോട് കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുകയും ഇതെങ്ങനെയാണ് വായിക്കുന്നത് ചേട്ടാ, നല്ല രസമുണ്ടല്ലോ എന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് കുറച്ചു നേരം സംസാരിച്ച് നിൽക്കുകയും ചെയ്തു. ഇവർ ഇത്തരത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുന്നതിനിടയ്ക്ക് മൊബൈൽ നമ്പറുകളും കൈമാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫംഗ്ഷന് ശേഷം മുകേഷ് വീട്ടിൽ ചെന്നിട്ട് ഈ പെൺകുട്ടിയുമായിട്ട് മെസ്സേജ് അയക്കാനായിട്ട് തുടങ്ങി. മെസ്സേജ് അയക്കുക മാത്രമല്ല, ഫോൺ വിളി തുടങ്ങി, വീഡിയോ കോളിംഗ് തുടങ്ങി, അങ്ങനെ എല്ലാം തുടങ്ങി. എല്ലാം തുടങ്ങി എന്ന് പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ള ബന്ധമൊന്നും തന്നെ ഇല്ല കേട്ടോ. പക്ഷേ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ആ ഒരു ചാറ്റിങ്ങും ഫോൺ വിളിയും എല്ലാം തന്നെ. അങ്ങനെ ഒരു ദിവസം മുകേഷ് ആ പെൺകുട്ടിയോട് പറയുകയാണ്, നിൻ്റെ ഒരു ഫോട്ടോ അയക്കാമോ എന്ന്. മുകേഷിനെ ആ പെൺകുട്ടിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. അത് മാത്രമല്ലാതെ മുകേഷ് ഒരു നോർമൽ ഫോട്ടോ ആണ് ആ പെൺകുട്ടിയോട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ഫോട്ടോ അയച്ച് കൊടുക്കുകയും മുകേഷ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഫോട്ടോ വളരെ മോശമായിട്ട് മുകേഷിൻ്റെ അരികിൽ നിൽക്കുന്ന രീതിയിൽ ആ ഒരു കുട്ടിയുടെ മുഖമെല്ലാം തന്നെ മാറ്റിയിട്ട് അത് മോർഫ് ചെയ്ത് വെച്ചു. അതുകൂടാതെ ആ ഒരു ഫോട്ടോ ഒരു വീഡിയോ ആയിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു. എന്നിട്ട് ആ വീഡിയോ ക്ലിപ്പ് ആ പെൺകുട്ടിക്ക് തന്നെ അയച്ചു കൊടുത്ത ശേഷം ഈ കുട്ടി വല്ലാതെ ഞെട്ടിപ്പോയി. എന്നിട്ട് മുകേഷിനെ വിളിച്ചിട്ട് എന്താണ് നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞത്, ഇത് ഞാൻ മറ്റാർക്കും അയച്ചു കൊടുക്കണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ ശാരീരികമായിട്ട് ബന്ധപ്പെടണം എന്ന് അവരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെക്കുകയാണ് അവൻ ചെയ്തത്. ഈ കുട്ടിയോട് അവൻ പണമൊന്നും തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ ആഗ്രഹം തോന്നുന്ന സമയത്തെല്ലാം തന്നെ അവൻ അരികിലേക്ക് ഈ പെൺകുട്ടി വരണം എന്നൊരു നിബന്ധനയാണ് അവൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രശ്നത്തെ പറ്റിയിട്ട് ആരോടാണ് പറയുക, എങ്ങനെയാണ് പറയുക എന്നൊന്നും ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മുകേഷ് പറഞ്ഞ പോലെ മുകേഷിന് ഇഷ്ടമുള്ള പോലെയെല്ലാം തന്നെ ആ പെൺകുട്ടി മുകേഷിന് അരികിലേക്ക് നിന്ന് കൊടുത്തു. തുടർന്ന് മുകേഷ് മറ്റൊരു ദിവസം വേറൊരു പെൺകുട്ടിയെ കാണാണ്. +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് മുകേഷ് കണ്ടത്. ഇത്തവണ മുകേഷ് ആ പെൺകുട്ടിയോട് അങ്ങോട്ട് പോയിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ പെൺകുട്ടിയുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് മുകേഷ് പൊതുവെ അവിടെ എല്ലാവരുടെയും തന്നെ ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ മുകേഷ് സംസാരിക്കാൻ പോകുന്ന സമയത്ത് ആരും പെട്ടെന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോവില്ല. കാരണം മുകേഷിൻ്റെ മനസ്സിലെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി സംസാരിക്കാൻ നിൽക്കുകയും മുകേഷ് ചോദിച്ച സമയത്ത് ആ പെൺകുട്ടിയുടെ മൊബൈൽ നമ്പർ അവന് കൊടുക്കുകയും ചെയ്തു. പതിവ് പോലെ വീട്ടിലെത്തിയ മുകേഷ് ഈ പെൺകുട്ടിയെ ഫോണിൽ വിളിക്കാനും വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യാനും തുടങ്ങി. ഇത്തരത്തിൽ ചെയ്ത ശേഷം മുകേഷ് ഈ ഒരു ബന്ധം കുറച്ച് മാസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മുകേഷ് ഈ പെൺകുട്ടിയെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പോവുകയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്നെ ഭാര്യയാക്കാനായിട്ടാണ് എൻ്റെ ആഗ്രഹം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടിയെ പറഞ്ഞ് ബോധിപ്പിച്ച് വെച്ചിരിക്കുകയാണ് മുകേഷ്. അതുകൊണ്ട് തന്നെ ഇവർ വീഡിയോ കോളും എല്ലാം തന്നെ ചെയ്യാറുണ്ട്. ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ കോളിൽ മുകേഷ് ഈ പെൺകുട്ടിയോട് പറയുകയാണ്, നീ നിൻ്റെ ഇട്ടിരിക്കുന്ന ഡ്രസ്സെല്ലാം തന്നെ അഴിച്ചിട്ട് ഒന്ന് എന്നെ കാണിക്കാമോ എന്ന്. ഈ പെൺകുട്ടി ആദ്യമൊന്നും മടിച്ചു. പക്ഷേ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ,
ഇതിൽ എന്താ തെറ്റ് എന്നെല്ലാം തന്നെ വിചാരിച്ചിട്ട് ആ പെൺകുട്ടി ഡ്രസ്സെല്ലാം തന്നെ അഴിച്ച് ആ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ മുകേഷ് ഇത് മറ്റൊരു ക്യാമറ വഴി റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ആ പെൺകുട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ ഇതേപോലെ റെക്കോർഡ് ചെയ്ത ശേഷം മുകേഷ് മുമ്പുള്ള കേസുകളിൽ ചെയ്ത പോലെ തന്നെ ഈ വീഡിയോ ക്ലിപ്പ് എല്ലാം തന്നെ ഈ പെൺകുട്ടിക്ക് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുകയും നീ എൻ്റെ കൂടെ ശാരീരിക ബന്ധം ഞാൻ പറയുന്ന സമയത്തെല്ലാം തന്നെ തുടർന്നില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ എല്ലാവരിലും ഷെയർ ചെയ്ത് കൊടുക്കും തുടങ്ങിയ ഭീഷണി വീണ്ടും ഈ പെൺകുട്ടിയോടും അവൻ ഇറക്കി. ഈ പെൺകുട്ടിയും മറ്റു വഴിയൊന്നും ഇല്ലാതെ ഇവൻ പറയുന്ന സമയത്തെല്ലാം തന്നെ ഇവൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്തു. ഇവൻ പറയുന്ന പോലെ എല്ലാം തന്നെ അനുസരിക്കുകയും ചെയ്തു. ഇതുപോലെ 18 വയസ്സ് പോലും തികയാത്ത 40-നടുത്ത് വരുന്ന പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പെൺകുട്ടികളല്ലാതെ വിവാഹം കഴിഞ്ഞ കുറച്ച് സ്ത്രീകളും ഇവൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. ഇതേപോലെ ഇവൻ്റെ വലയിലുണ്ടായിരുന്നു. ഈ പറയുന്ന സ്ത്രീകളോട് ഇവൻ കൂടുതൽ പണം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവർ കൊടുക്കുന്ന പണം കൊണ്ട് ഇവൻ അടിച്ച് പൊളിച്ച് ജീവിക്കുകയും ചെയ്യും. വലിയ വിലയുള്ള ബൈക്കും അതേപോലെ തന്നെ നല്ല വിലയുള്ള വാച്ചും കാര്യങ്ങളൊക്കെ മേടിച്ച് സ്വർണ്ണമാലയൊക്കെ മേടിച്ചിട്ടാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. വളരെ പാവപ്പെട്ടൊരു കുടുംബത്തിൽ ജീവിക്കുന്ന മുകേഷിൻ്റെ ഇത്തരത്തിലൊരു ആഡംബരം കണ്ട സമയത്ത് അവിടെയുള്ള നാട്ടുകാർക്കെല്ലാം തന്നെ വലിയ രീതിയിൽ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അവനോട് അസൂയ തോന്നിയിട്ടുണ്ടായിരുന്നു. വലിയ വിലയുള്ള വണ്ടിയും ഇതേപോലെ വലിയ വലിയ പർച്ചേസ് എല്ലാം തന്നെ നടത്തുന്നു. മൊത്തത്തിൽ ഇവനെ കണ്ടപ്പോൾ ഒരു ഡ്രംസ് വായന മാത്രമാണ് ഇവൻ ചെയ്യുന്നത്. പക്ഷേ ഇവൻ എത്രയധികം പണം എവിടെ നിന്നാണെന്ന് എല്ലാവരും സംശയിച്ചിട്ടുണ്ടായിരുന്നു. മുകേഷ് അങ്ങനെ ജീവിതം അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൻ പോലും അറിയാതെ ഇവൻ്റെ ഫോണിൽ ഉണ്ടായിരുന്ന വീഡിയോസ് എല്ലാം തന്നെ ഷെയർ ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണ് ഈ വീഡിയോസ് എല്ലാം തന്നെ ഷെയർ ചെയ്യപ്പെട്ടതെന്ന് ഇവന് പോലും അറിയില്ല. പക്ഷേ ഈ വീഡിയോസ് ഇവൻ്റെ ഫോണിലുള്ള വീഡിയോസ് എല്ലാവരിലേക്കും എത്തുകയാണ്. 45-ലധികം വീഡിയോസാണ് ഇവൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നത്. ഈ വീഡിയോസിലെല്ലാം തന്നെ ഉൾപ്പെട്ടിരിക്കുന്നത് ഇവൻ്റെ ഗ്രാമത്തിലെയും ഇവൻ്റെ തൊട്ടടുത്ത ഗ്രാമത്തിലെയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രാമത്തിലെയും എല്ലാം തന്നെ സ്ത്രീകളും പെൺകുട്ടികളുമാണ്. മുകേഷിൻ്റെ ഫോണിലുള്ള വീഡിയോസ് എല്ലാം തന്നെ ഇതേപോലെ ഷെയർ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, അതിലൊരു വീഡിയോ ഒരു യുവാവിൻ്റെ കയ്യിൽ എത്തുകയും അവൻ ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയ സമയത്ത് അവൻ്റെ വീടിന് തൊട്ടടുത്തുള്ള സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ ഒരു വീഡിയോയിൽ ഉള്ളതെന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവൻ വളരെ വേഗത്തിൽ ടെൻഷൻ അടിച്ചിട്ട് ഈ പറയുന്ന അടുത്ത വീട്ടിലേക്ക് പോയിട്ട് ആ ഒരു ആൻറ്റിയോട് ഈ ഒരു വീഡിയോയിലുള്ളത് നിങ്ങളുടെ മകളല്ലേ എന്ന് പറഞ്ഞിട്ട് നോക്കൂ എന്ന് പറയുന്നത്. ഇത് കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. സ്കൂൾ വിട്ട് വന്നപ്പോൾ ആ അമ്മ മകളോട് ചോദിച്ച സമയത്ത് ആ പെൺകുട്ടി നോക്കിയ സമയത്ത് ഞാൻ തന്നെയാണെന്ന് അവൾ തിരിച്ചറിയുകയും ചെയ്തു. സോ അവൾ പോലും അറിയാതെയാണ് ആ ഒരു വീഡിയോ മുകേഷ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ തമ്മിൽ ഇത്തരത്തിൽ ചേർന്നിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ എടുത്തതായിരിക്കാം. എന്തായാലും ഇത് കണ്ടപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, തനിക്കിനി ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അവർ വേഗം റൂമിൽ പോയിട്ട് ജീവൻ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ആ അമ്മയായിക്കോട്ടെ മകളുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് നെഞ്ച് പൊട്ടി മരിക്കുകയും ചെയ്തു. ഈ പെൺകുട്ടിയുടെ വീട്ടിലെ മരണവിവരം എല്ലാവരും മനസ്സിലാക്കി. അതുമാത്രമല്ലാതെ മരണകാരണവും എല്ലാവരും മനസ്സിലാക്കി. 45-ലധികം വരുന്ന വീഡിയോസും എല്ലാവരും ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. സോ പോലീസുകാരിലും ഈ ഒരു വിവരം എത്തുന്നു. പോലീസുകാർ ഈ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഈ 45 വീഡിയോസിലും ഉള്ളത് ഒരേ വ്യക്തി തന്നെയാണ്. അങ്ങനെ ആരാണിത് എന്ന് ചോദിച്ചപ്പോൾ ജനങ്ങൾക്കിത് കാട്ടിക്കൊടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മുകേഷ് വളരെയധികം ഫേമസ് ആണല്ലോ ആ ഗ്രാമത്തിലും തൊട്ടടുത്തുള്ള ഗ്രാമത്തിലും എല്ലാം തന്നെ. മുകേഷ് ആണെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ വളരെ വേഗത്തിൽ മുകേഷിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് മുകേഷിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. മുകേഷിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസുകാർ മുകേഷിൻ്റെ വീട്ടിലേക്ക് പോയ സമയത്ത് ആ വീടെല്ലാം തന്നെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്നും ഒരു പെൻഡ്രൈവ് പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ പെൻഡ്രൈവിനുള്ളിൽ ഉണ്ടായിരുന്നത് ഈ പറയുന്ന 45 വീഡിയോസിൻ്റെയും ഒറിജിനൽ കോപ്പിയാണ്. ഈ 45 വീഡിയോസിൽ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ഉണ്ട്, വിവാഹം കഴിഞ്ഞ സ്ത്രീകളുടെ ഉണ്ട്, ഇവൻ അവരുമായിട്ട് അടുത്ത് നിൽക്കുന്ന പല വീഡിയോസ് ഉണ്ട്. അത് മാത്രമല്ലാതെ ഈ പറയുന്ന സ്ത്രീകളുടെ പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഒരു പെൻഡ്രൈവിൽ. പോലീസ് സ്റ്റേഷനിൽ മുകേഷിനെ എത്തിച്ച ശേഷം ഈ പറയുന്ന വീഡിയോസിനെ കുറിച്ച് എല്ലാം തന്നെ പോലീസുകാർ മുകേഷിനോട് ചോദിച്ച സമയത്താണ് എന്താണ് ഉണ്ടായത്, എന്താണ് അവൻ ചെയ്തു വന്നത്, എങ്ങനെയാണ് ഇത്ര സുഖമായിട്ട് ജീവിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാരോട് അവൻ പറഞ്ഞു കൊടുത്തത്. ഇതെല്ലാം കേട്ട പോലീസുകാർ സത്യത്തിൽ ഷോക്കായി പോയി. പക്ഷേ പോലീസുകാർ ഒരു കാര്യം ഇവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വീഡിയോസ് എല്ലാം തന്നെ നീ ഇത്തരത്തിൽ വാട്സപ്പ് വഴി ഷെയർ ചെയ്തതെന്ന്. അപ്പോഴാണ് അവൻ ആ സത്യം പറയുന്നത്, ഞാനല്ല ഇതൊന്നും ചെയ്തത്, എങ്ങനെയാണ് ഇത് വെളിയിൽ പോയതെന്ന് എനിക്കറിയില്ല എന്നാണ് അവൻ പോലീസുകാരോട് പറഞ്ഞത്. എന്തായാലും പോലീസുകാർ സൈബർ സെല്ലിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ വീഡിയോസ് എല്ലാം തന്നെ ഇനിയും ഷെയർ ചെയ്യപ്പെടാതിരിക്കാനായിട്ട് എന്തെല്ലാം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടരുകയും ചെയ്തു. ഈ കേസിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. പ്രണയിക്കുന്നതൊന്നും കുഴപ്പമില്ല, ആളുകളെ പരിചയപ്പെടുന്നതും അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വെക്കുന്നതൊന്നും നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം, അവൻ്റെ മനസ്സ് ഒരു പരിധിവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുകൂടാതെ ഒരിക്കലും നിങ്ങളുടെ ഡ്രസ്സ് അവൻ്റെ മുന്നിൽ അഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയേ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എവിടെ കൊണ്ടുചെന്ന് എത്തുമെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. ഒരുപക്ഷെ നല്ല വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ചീത്ത വ്യക്തിയായിരിക്കാം. പക്ഷെ നമുക്കിതൊന്നും ചുഴുന്നു നോക്കാൻ പറ്റില്ലല്ലോ. കാരണം ചക്കയല്ലല്ലോ ചുഴുന്നു നോക്കിയിട്ട് നല്ലതാണോ അല്ലയോ എന്നൊന്നും പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട്
പ്രണയിച്ചോളൂ, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്, അവരവരുടെ കാര്യമാണ്. പക്ഷേ ഇതേപോലെ വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു പക്ഷേ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? നല്ല ആളുകളും ഉണ്ടാവും, ചീത്ത ആളുകളും ഉണ്ടാവും. ആരാണ് നല്ലത്, ആരാണ് ചീത്ത എന്ന് നമ്മൾക്ക് ഒരിക്കലും അവരുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അവൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് അവൻ്റെ ഉള്ളിലായിരിക്കും എടുത്തു വെച്ചിട്ടുണ്ടാവുക. അവനത് വെളിയിൽ കാണിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാടൊന്ന് ആലോചിക്കുക, ഒരുപാട് ചിന്തിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.